പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിൻ്റെയും രാധയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നും എല്ലാവരും തിരികെ വീട്ടിലെത്തുന്നുണ്ട്. എല്ലാവരോടുമായി കമല അമ്മ ഹാളിലേക്ക് വരാൻ പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായി ഒരു കാര്യം ചോദിക്കാനുണ്ട്. വിക്രമിൻ്റെയും രാധയുടെയും വിവാഹ നിശ്ചയം ഇന്ന് അമ്പലത്തിൽ വെച്ച് നടക്കുന്ന കാര്യം വേദയെ ആരാണ് വിളിച്ചറിയിച്ചത്? എനിക്കത് അറിഞ്ഞേ തീരൂ. ഈ തക്ക സമയത്ത് അവൾ അവിടെ എത്തണമെങ്കിൽ അവൾ അവിടെ ആരോ വിവരം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംശയം നിങ്ങളുടെ അച്ഛനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കമലാമ്മ മാഷിനെ നോക്കുന്നുണ്ട്. മാഷ് എഴുന്നേറ്റ് കൊണ്ട് പറയുന്നുണ്ട്, എന്താ കമലം, നീ എന്നെ സംശയിക്കുകയാണോ? ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല. പിന്നെ അതൊരു അമ്പലമാണ്. അവിടെ ഏത് സമയത്തും ആർക്ക് വേണമെങ്കിലും തൊഴാൻ വരാം. ആ കുട്ടി അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതല്ലേ? ഈ വിവാഹം മുടക്കാനാണ് അവൾ വന്നതെങ്കിൽ അവൾക്കത് മുടക്കിയിട്ട് പോവാമായിരുന്നു. ആ കുട്ടി അതൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിന്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിയുടെ കഴുത്തിൽ ഇപ്പോഴും നിന്റെ മകൻ കെട്ടിയ താലിയുണ്ട്. എന്നിട്ടാണ് നിന്റെ മകൻ്റെ കല്യാണം വേറൊരു പെൺകുട്ടിയുമായി നീ തീരുമാനിക്കുന്നത്. അത് തെറ്റാണെന്ന് നിനക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് കമലം നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. കമലാമ്മ ഇത് കൊട്ടുകൊണ്ട് ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്നാൽ കമലാമ്മയുടെ ചോദ്യം കൊട്ട് നമ്മുടെ ശ്രീജ പെട്ടെന്ന് ഞെട്ടുന്നുണ്ട്. ശ്രീജയാണ് വേദയെ വിളിച്ച് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞത്. ഇതെങ്ങാനും കണ്ടുപിടിച്ചാലോ എന്ന് ആ ശ്രീജയ്ക്ക് വല്ലാതെ പേടിയുണ്ട്. എന്നാൽ ശ്രീജയുടെ കള്ളത്തരം നന്ദിനിക്ക് മനസ്സിലാവുന്നുണ്ട്. നന്ദിനി ശ്രീജയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ വിക്രം അങ്ങോട്ട് കയറി വരുന്നത്. നന്ദിനി വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം ഇത്? ഈ നേരത്താണോ കയറി വരുന്നത്? എല്ലാവരും വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. പുറത്തേക്കെങ്ങും പോവാറില്ല. നീ എന്ത് പണിയായി കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, എന്താ ചേച്ചി, എനിക്ക് പല പണികളുമുണ്ട്, ജോലികളുണ്ട്. അതിനുവേണ്ടി ഞാൻ പോയതാണ്. വീട്ടിലിരിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. നന്ദിനി പറയുന്നുണ്ട്, വിക്രം, ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു അമ്മ. അമ്പലത്തിൽ വെച്ച് വേദ വന്നിരുന്നു. വേദയെ ഈ വിവാഹ നിശ്ചയം നടക്കുന്ന കാര്യം വിളിച്ചറിയിച്ചതാരാ, നീയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് വിക്രം പറയുന്നുണ്ട്, എന്താ ചേച്ചി ഈ പറയുന്നത്? അവളെ ഇവിടെ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ കാര്യം ഞാൻ വീണ്ടും അവളെ വിളിച്ച് പറയോ? അങ്ങനെ ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഞാനത് ചെയ്തിട്ടില്ലെന്ന് വിക്രം പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ശ്രീനിവാസൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീനിവാസൻ സാറ് വിക്രമിനെ സ്വീകരിക്കുന്നുണ്ട്. വിക്രം, വാ. നീ എന്താടാ, നിൻ്റെ വിവാഹ നിശ്ചയം നടന്നിട്ട് ഞങ്ങളെ ഇന്ന് അറിയിച്ചില്ലല്ലോ. നിൻ്റെ ഫ്രണ്ട്സിനെ പോലും നീ അറിയിച്ചില്ലെന്നുള്ള പരാതിയുണ്ട്. എന്ത് പറ്റി നിനക്കെന്ന് ചോദിക്കുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, എന്താ സാറ് നിന്നെ കളിയാക്കുവാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. എനിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമല്ല. അതുകൊണ്ടാണ് നിങ്ങളെ ആരും ഞാൻ ക്ഷണിക്കാതിരുന്നതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്രീനിവാസൻ സാറ് കൂടെയുള്ളവരോട് പറയുന്നുണ്ട്, ഇനി മുതൽ വിക്രം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. അവർ സമ്മതിക്കുന്നുണ്ട്. ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ സാറേ, എന്താ ഇങ്ങനെ പറയുന്നത്? ഞാൻ ചെയ്യേണ്ട ജോലികളെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അത് വേറെ ആരും ചെയ്യേണ്ടതില്ല. ഇത് കേട്ട് ശ്രീനിവാസൻ സാറ് പറയുന്നുണ്ട്, ഇല്ല വിക്രം, നിൻ്റെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു തുടങ്ങുന്നീ. ഇനി നീ നല്ലൊരു ഭർത്താവായും മകനായും ജീവിക്ക്. നിനക്കൊരു ബുദ്ധിമുട്ടും വരാൻ പാടില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ സാർ? എനിക്കെല്ലാം മനസ്സിലായി എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞുകൊണ്ട് വിക്രം രാജേട്ടനെയും അനിയൻകുട്ടനെയും എല്ലാം വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. ബൈക്കിൽ കയറുന്ന സമയത്ത് വിക്രം രാജേട്ടനോട് പറയുന്നുണ്ട്, രാജേട്ടാ, ഒരു അമ്പലത്തിൽ നിർത്തൂ, എനിക്ക് അമ്പലത്തിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം. രാജേട്ടൻ ബൈക്ക് നേരെ കൊണ്ട് ചെന്ന് നിർത്തുന്നത് ഒരമ്പലത്തിന് മുന്നിലാണ്. വിക്രം നോക്കുന്ന സമയത്ത് അത് വിക്രമിൻ്റെയും വേദയുടെയും വിവാഹം നടന്ന അതേ മുന്നിലാണ് അവർ നിൽക്കുന്നത്. ഏയ് രാജേട്ടാ, എന്താ ഇത്? ഈ അമ്പലത്തിലാണോ വരുന്നത്? ഞാൻ വേറെ അമ്പലത്തിൽ പോകാനല്ലേ പറഞ്ഞത് എന്ന് പറയുമ്പോൾ രാജേട്ടൻ പറയുന്നത്, ഏത് അമ്പലമായാലും എന്താടാ, നിനക്ക് പ്രാർത്ഥിച്ചാൽ പോരെ? നീ വണ്ടിയിൽ നിന്നിറങ്ങ്, ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ പിടിച്ചുകൊണ്ട് രാജേട്ടൻ അമ്പലത്തിലേക്ക് നടക്കുന്നുണ്ട്. ഓരോ അടി അമ്പലത്തിലേക്ക് വയ്ക്കുമ്പോഴും നമ്മുടെ വിക്രമിൻ്റെ മനസ്സിലിങ്ങനെ പണ്ട് നടന്ന സംഭവങ്ങൾ ഓരോന്നായി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. വേദയെ കണ്ടതും വേദയോട് തർക്കിച്ചതും അതിനുശേഷം വേദയുടെ കഴുത്തിൽ അവിടെ ഇരുന്നിരുന്ന താലിയെടുത്ത് കെട്ടുന്നതും എല്ലാം വിക്രമിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. വിക്രം അവിടെ കയറി പ്രാർത്ഥിച്ചുകൊണ്ട് പിറകിലേക്ക് വരുന്നുണ്ട്. ഇതേ സമയം രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം, നമുക്കിവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് സമയം വിശ്രമിച്ചിട്ട് നമുക്ക് പോവാം. ഞാനിപ്പോൾ കുറച്ച് കടല മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രാജേട്ടൻ കുറച്ച് കടല മേടിച്ചുകൊണ്ട് വരികയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ വേദയും ഇതേ അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. പുറത്തുനിന്നും വഴിപാട് കഴിക്കാനുള്ള
എല്ലാ സാധനങ്ങളുമായിട്ടാണ് വേദ അകത്തേക്ക് വരുന്നത്. പൂജാരിയോട് പറയുന്നുണ്ട് വിക്രമിൻ്റെ പേരിൽ. നാളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് വിക്രമിൻ്റെ ഒരു പൂജ കഴിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം പൂജാരി പറയുന്നുണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നോളൂ, ഇത് തൊഴുതിട്ട് ഒന്ന് വലം വെച്ചിട്ട് വന്നോളൂ മോളെ, അപ്പോഴേക്കും പ്രസാദം തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് വേദ. വലം വെച്ചിട്ട് വരുന്നുണ്ട്, അമ്പലത്തിന് ചുറ്റും നടക്കുന്നുണ്ട്. എന്നാൽ വിക്രമും രാജേട്ടനും ഇതൊന്നും അറിയുന്നില്ല. വിക്രം എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ ടെൻഷനാണ്. അമ്പലത്തിനുള്ളിൽ നിന്നും പൂജാരി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് നോക്കുന്നുണ്ട്, വേദയെ തിരയുന്നുണ്ട്. വേദയെ കാണുന്നില്ല. ഉറക്കെ ചോദിക്കുന്നുണ്ട് വിക്രമിൻ്റെ പേരിൽ പൂജ കഴിച്ച ആ പെൺകുട്ടി എവിടെ എന്നിങ്ങനെ ഉറക്കെ ചോദിക്കുന്ന സമയത്ത് രാജേട്ടനും വിക്രമും ഒരേ സമയം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ നീ എങ്ങാനും വഴിപാട് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏയ് ഇല്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. എന്നാൽ നിൻ്റെ പേരല്ലേ പൂജാരി വിളിക്കുന്നത്, നീ വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് പൂജാരിയുടെ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാനാണ് വിക്രം, എൻ്റെ പേരിലാണ് വഴിപാട് കഴിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് പൂജാരി പറയുന്നുണ്ട്, അതിനൊരു പെൺകുട്ടിയാണല്ലോ എൻ്റെ അടുത്ത് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, ആ കുട്ടി എവിടെ എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് നാലുപുറം നോക്കുന്നുണ്ട്. അപ്പോഴാണ് വേദ പിറകിൽ നിന്നും വരുന്നത് പൂജാരി കാണുന്നത്. അതാ ആ വരുന്ന കുട്ടിയാണ് എന്നോട് ഈ വഴിപാട് കഴിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. വിക്രം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് വേദ പിറകിൽ നിൽക്കുന്നതാണ് കാണുന്നത്. വേദയെ കണ്ടുകൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് വിക്രം. വേദയും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രണ്ടുപേരും അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കണ്ടുമുട്ടുന്നത്. വിക്രം വേദയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വേദേ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത്? ഇതിന് മറുപടിയൊന്നും പറയാനാവാതെ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീ എപ്പോഴും സുഖമായിട്ടിരിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വേദ പറയുന്നുണ്ട്. വിക്രം രാജേട്ടനെ നോക്കുന്നുണ്ട്. നിനക്ക് സുഖമല്ലേ എന്ന് വിക്രം ചോദിക്കുന്ന സമയത്ത് വേദ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. വേദ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമാണോ? എനിക്ക് സുഖം. കയ്യിലുണ്ടായിരുന്ന പ്രസാദം നീട്ടിക്കൊണ്ട് വേദ പറയുന്നുണ്ട്, ഇന്ന പ്രസാദം. എന്നാൽ അതെടുക്കാൻ വേണ്ടി വിക്രം അടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം അത് പ്രസാദമല്ലേ, അതെടുത്ത് തൊട് എന്ന് പറയുമ്പോൾ വിക്രം അതിൽ നിന്നും എടുത്ത് പ്രസാദം നെറ്റിയിൽ തൊടുന്നുണ്ട്. വേദ ഒന്നുകൂടെ വിക്രമിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കുന്നുണ്ട്. രാജേട്ടൻ നിൽക്കുമോളെ വേദ എന്ന് പറയുമ്പോൾ എന്തായെന്ന് ചോദിച്ചുകൊണ്ട് വേദ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അല്ല, നിന്നോട് വിക്രം ചോദിച്ചത് നീ കേട്ടില്ലേ, നിനക്ക് സുഖമാണോ എന്നാണ് അവൻ ചോദിച്ചതെന്ന് പറയുന്ന സമയത്ത് വേദ ഒന്നും മിണ്ടാതെ വിക്രമിനെ നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടക്കുന്നു. രാത്രി വിക്രം ഉറങ്ങുന്ന സമയത്ത് വേദയെ സ്വപ്നം കാണുന്നുണ്ട്. വേദ എന്നത്തെയും പോലെ അവനോട് തല്ലുപിടി കൂടുന്നത്. അവൾ പറയുന്നുണ്ട്, ഏയ് വിക്രം, നീ എന്താ വിചാരിച്ചത്, ഞാൻ നിന്നെ ഇട്ടേച്ച് പോയിരിക്കുകയാണെന്നോ? നീ അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. നീ എൻ്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി കൊണ്ടല്ലേ ഞാൻ പോയിരിക്കുന്നത്. ഇവിടെ ഒന്നൊന്നും പോവുകയാണെന്ന് വരത്തില്ലെന്നും പറഞ്ഞ് ഞാൻ ഒരു ഒപ്പ് വെച്ച് പോയതെന്നല്ലേ ഉള്ളൂ. പക്ഷെ ഞാൻ തിരിച്ചു വരില്ലെന്ന് നീ വിചാരിച്ചോ? എണീക്ക് വിക്രം, നേരെ എത്രയായി എന്നിങ്ങനെ പറയുന്നുണ്ട് വേദ. എഴുന്നേൽക്ക് വിക്രം എന്ന് ഉച്ചത്തിൽ വേദ പറയുന്നത് കേട്ട് പെട്ടെന്ന് വിക്രം അങ്ങ് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. എന്നിട്ട് ഉച്ചത്തിൽ സംസാരിക്കുകയാണ്, എടി വേദേ, നീ ഇവിടെ നിന്നും ഒരിക്കലും തിരിച്ചു വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ടല്ലേ എനിക്ക് ഒപ്പിട്ട് തന്നിട്ട് ഇറങ്ങിപ്പോയത്. എന്നിട്ട് നീ വീണ്ടും വന്നുവല്ലേ, നീ നിൻ്റെ വാക്ക് പാലിക്കുമെന്ന് എനിക്ക് അത്രയും ഉറപ്പ് തന്നതല്ലേ, എന്തിനാടി ഇങ്ങോട്ട് കയറി വന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുക. ഉച്ചത്തിലുള്ള സൗണ്ട് കേട്ട് നമ്മുടെ നന്ദിനിയും വിശ്വവും വിനയനും ശ്രീജയും എല്ലാം എഴുന്നേറ്റ് വരുന്നുണ്ട്. ഇവൻ്റെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഈ സംസാരം ഇങ്ങനെ ഇവർ കേട്ടുകൊണ്ട് നിൽക്കുവാണ്. എല്ലാവർക്കും കാര്യം മനസ്സിലായി. പെട്ടെന്ന് വിശ്വം ചോദിക്കുന്നുണ്ട്, നീ ആരോടാടാ ഈ സംസാരിക്കുന്നത്? അത് ചേട്ടാ കണ്ടില്ലേ, ഇവളിവിടെ നിന്ന് നമ്മളെ ഇറക്കി വിട്ടതല്ലേ, എന്നിട്ട് നാണമില്ലാതെ ഇവളിങ്ങോട്ട് കയറി വന്നിരിക്കുന്നു ഈ വേദ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ആരും കാണുന്നില്ല. അപ്പോഴാണ് വിക്രമിന് മനസ്സിലായത് താൻ സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന്. ഉടനെ നന്ദിനി പറയുന്നുണ്ട്, എന്താ വിക്രം, നീ ഉറങ്ങുമ്പോഴും നിൻ്റെ മനസ്സിൽ വേദയാണോ? വേദയെ ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നീ സ്വപ്നത്തിലും അവളെ ഇട്ടുകൊണ്ടാണല്ലോടാ കിടന്നുറങ്ങുന്നത് എന്ന് നന്ദിനി പറയുന്നുണ്ട്. വിനയം പറയുന്നുണ്ട്, എടാ ഒരു കൊതുകടി കണ്ടാലോ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും നീ ഉറക്കത്തിൽ എഴുന്നേൽക്കത്തില്ല, എന്നിട്ട് നീ അവളെയും സ്വപ്നം കണ്ട് ഈ ഉറക്കം തിന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഇതെന്താടാ, ഇതിൻ്റെ മറിമായം എന്താടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.